ചോദ്യമാണ് കക്ക എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? കക്കായാണോ, കാൽസ്യം സിലിക്കേറ്റ് ആണോ, ഡോളോമൈറ്റ് ആണോ, അതോ പച്ചക്കക്കയാണോ, ഏതാണ് നെൽകൃഷിക്ക് നല്ലതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം നമ്മുടെ നീറ്റ് കക്കയെക്കുറിച്ച് തന്നെ പറയാം. ഇപ്പോഴത്തെ കിട്ടുന്ന നീറ്റ് കക്ക, പണ്ടൊക്കെ തന്നെ കക്ക കറക്റ്റ് ചൂളയിലിട്ട് നീറ്റിയാണ് നമുക്ക് കക്ക കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ സബ്സിഡി നിരക്ക് കിട്ടുന്ന കക്ക അത് എങ്ങനെയുള്ള കക്കയാണെന്ന് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ സാധാരണ നമുക്ക് ഗവൺമെൻറ് തരുന്ന കക്കയാണ് ഉപയോഗിക്കുന്നത്. ആ കക്ക ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ടം പറ്റി വണ്ടിക്കടി കഴിഞ്ഞതിന് ശേഷം വണ്ടിക്കടിച്ച് നമ്മൾ നിലം ഒരുക്കും. നിലം ഒരുക്കിയതിന് ശേഷം നമ്മൾ ഉടനെ വെള്ളം വറ്റിക്കുമല്ലോ. വറ്റിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കക്ക ഇട്ട് കൊടുക്കും. കക്ക ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ വരമ്പ് വിട്ട് ചാലെടുക്കുക, ഇങ്ങനെയുള്ള പണികളെല്ലാം ആ കൂട്ടത്തിൽ നടത്തും. എന്നിട്ട് ആ കൂട്ടത്തിൽ നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 3-4 മഴയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ കക്ക കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ നല്ല മഴയും കൂടെ കിട്ടിക്കഴിയുമ്പോൾ മണ്ണിൽ കിടക്കുന്ന പുളിവെള്ളം കംപ്ലീറ്റ് ഈ ചാല് വഴി ഒഴുകി, ഇഞ്ചൻ ചാല് വഴി പുറത്തു പോകും. അപ്പോൾ 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ കളനാശിനി അടിച്ച് വെള്ളം കയറ്റി മുക്കി വീണ്ടും നമ്മൾ വിതയ്ക്കാൻ 10-30 ദിവസം കഴിയുമ്പോൾ നമ്മൾ വിതയ്ക്കാനായിട്ട് നമ്മുടെ ഫീൽഡ് റെഡി ആകുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ pH കറക്റ്റ് ആയിരിക്കും. ഇത് നമുക്കൊരു 6 മാസത്തേക്ക് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് 6 മാസത്തേക്ക് നമ്മുടെ മണ്ണിൻ്റെ pH ഏകദേശമൊക്കെ സ്റ്റെബിലൈസ് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അതിനുശേഷം പിന്നെയും ചില കൃഷിക്കാർ ചോദിക്കുന്നുണ്ട്, കക്ക നമുക്ക് കിട്ടാനായിട്ട് പറ്റിയില്ല, പക്ഷേ കക്ക കിട്ടിയത് നമുക്ക് വിതയെല്ലാം കഴിഞ്ഞിട്ടാണ്. വളത്തിൻ്റെ കൂടെ കക്ക അപ്ലൈ ചെയ്യുമ്പോൾ വളവിടിയിലും കക്ക ഇടിയും ഒന്നിച്ച് നടത്താൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ചെയ്യല് തെറ്റാണ്. കാരണം വളപ്രയോഗവും കക്കായിടിയിലും കൂടെ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെല്ലിൽ കൊടുത്തിരിക്കുന്ന ആ വളം ചെടിക്ക് എടുക്കാനൊക്കത്തില്ല. അതുകൊണ്ട് വളപ്രയോഗം കഴിഞ്ഞ് നമ്മൾ 16-ാം പൊക്കം കളനാശിനി അടിച്ച് പിന്നെ വെള്ളം കയറ്റി ഇറക്കി 20-22 ഫസ്റ്റ് വളം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 8 ദിവസം കഴിയാതെ ഒരു കാരണവശാലും നിങ്ങൾ കക്ക അപ്ലൈ ചെയ്യാനായിട്ട് പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടിക്ക് കറക്റ്റായിട്ട് വളം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു 2 സമയത്ത് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് 35 ഇപ്പം 30 മുതൽ 35 ദിവസത്തിനകം ഇടയ്ക്കുള്ള ആ സമയത്ത് വേണം നിങ്ങൾ നീറ്റ് കക്ക അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അടുത്ത ചോദ്യം വെച്ചാൽ ഡോളോമൈറ്റ് എന്ന് പറയുന്ന സംഭവം അത് ഇടാനുള്ളൊരു ബുദ്ധിമുട്ടും, പക്ഷേ അത് സ്ലോലിയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ കക്ക ഇടുന്നതാണെങ്കിൽ അത്ര സഡൻ എഫക്റ്റ് കിട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അത് തന്നെയല്ല, അത് ഭയങ്കരമായിട്ട് പൊടി പറന്നു പോയിട്ട് നമ്മുടെ നെല്ലിൻ്റെ ഇലകളിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ഇലകളിലെ സുഷിരങ്ങളൊക്കെ കറക്റ്റ് ഓക്സിജൻ എടുക്കാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക്